അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദുൽ അദ്ഹ എന്ന ഈ ബലിപെരുന്നാൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പറ്റി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങളുടെ നായകനെന്നും ദൈവത്തിൻ്റെ സുഹൃത്തെന്നും വിശേഷിപ്പിക്കപ്പെട്ട ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റേത്. സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ യഥാവിധി അനുസരിച്ച് നിറവേറ്റാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് കാൽനടയായി അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. വഴിയും വെളിച്ചവുമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളിലൂടെയും ഹിംസ്രജന്തുക്കൾ നിറഞ്ഞ ഘോരവനങ്ങളിലൂടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആറ്റുനൂറ്റുണ്ടായ ആൺകുഞ്ഞിനെയും പ്രിയ പത്നിയെയും മനുഷ്യവാസമോ കുടിവെള്ളമോ പോലുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ച് മക്കയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലേക്ക് കാൽനടയായി അദ്ദേഹം പോയത് ദൈവഹിതമനുസരിച്ച് മാത്രമായിരുന്നു. നൂറുകണക്കിന് ദിവസങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് വീണ്ടും തൻ്റെ കുഞ്ഞിനെയും പത്നിയെയും കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചിട്ടുള്ളൂവെന്ന് ഓർക്കേണ്ടതുണ്ട്. റോഡും വെളിച്ചവുമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരു ദിവസത്തിൽ എത്ര ദൂരം കാൽനടയായി പോകാനാകുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഈ ഈദ് നമ്മോട് ആവശ്യപ്പെടുന്നത് മനുഷ്യനാവുക എന്നതാണ്. സത്യവിശ്വാസത്തിൻ്റെ മൗലികാടിത്തറയിൽ നിന്ന് ചിന്തിക്കുന്ന ആർക്കും ഒരു മനുഷ്യനാകാതെ വയ്യ തന്നെ. സൃഷ്ടാവിങ്കിലേക്ക് എത്രയേറെ അടുക്കുന്നുവോ അത്രയധികം മനുഷ്യത്വവും കാരുണ്യവും വളരേണ്ടതുണ്ട്. മനുഷ്യത്വമുള്ള ജനങ്ങളുടെ സമൂഹമാണ് വളർന്നു വരേണ്ടതും നിലനിൽക്കേണ്ടതും. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.